ശബരിമലയിൽ എരുമേലി പേട്ടതുള്ളൽ സമയത്ത് രാസകുങ്കുമം വിൽക്കുന്നവരുടെ കച്ചവട ലൈസൻസ് റദ്ദാക്കുമെന്ന് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. പ്രകൃതിദത്ത കുങ്കുമം വിൽക്കുന്നതിന് വിലക്കില്ല. രാസകുങ്കുമം സ്വന്തം വീട്ടുകാരുടെ ദേഹത്ത് തേച്ചാൽ മതിയെന്നും കോടതിയുടെ പരാമർശം. ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് നമുക്കൊപ്പം. ശ്യാം ദേവരാജ്, രാസകുങ്കുമം 1-2 കിലോയല്ല 25 ടണ്ണോളമാണ് പേട്ടതുള്ളൽ സമയത്ത് എരുമേലി ഭാഗത്ത് വിൽക്കുന്നത്. കളക്ടറുടെ വിലക്കുണ്ടെങ്കിലും ജൈവ കുങ്കുമം ലഭ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാസകുങ്കുമത്തിന് വിൽപ്പന എപ്പോഴും നടക്കാറുള്ളതും. ഇതിനൊരു തടയിടാനാണോ കോടതി ഇപ്പോൾ വടിയെടുക്കുന്നത്? സുജയ, ഇതിൽ ഈ രാസകുങ്കുമത്തിന്റെ വിൽപ്പന ശബരിമലയിലെ ഉൾപ്പെടെ, അതായത് സന്നിധാനം, പമ്പ, എരുമേലി ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇടക്കാല ഉത്തരവിലൂടെയാണ് ദേവസ്വം ബോർഡിന് ഈ സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. രാസകുങ്കുമത്തിന്റെ വിൽപ്പന പാടില്ല എന്ന കാര്യവും ഇതിനെതിരെ കർശനമായ നടപടി എടുക്കണമെന്നുമാണ് ദേവസ്വം ബോർഡിനോട് നൽകിയ നിർദ്ദേശം. ഇതിനെതിരെ ഈ ഹർജിയിൽ, സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ കക്ഷി ചേരാനാണ് ഇന്ന് ഒരു കച്ചവടക്കാരൻ അപേക്ഷ നൽകിയത്. ഈ അപേക്ഷയിലാണ് ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം, മുന്നറിയിപ്പ് ഒക്കെ നൽകുന്നത്. ശബരിമലയിലും എരുമേലിയിലും രാസകുങ്കുമം വിൽക്കുന്നവരുടെ കുത്തക ലൈസൻസ് റദ്ദാക്കും എന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നൽകിയ മുന്നറിയിപ്പ്. മാത്രമല്ല, രാസകുങ്കുമം വിൽപ്പന തടഞ്ഞ തീരുമാനം നടപ്പാക്കരുത് എന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി അപേക്ഷ ഹൈക്കോടതി തള്ളുകയും ചെയ്തു. വീട്ടിൽ ഭാര്യയും കുട്ടിയും ഉണ്ടെങ്കിൽ അവരുടെ ദേഹത്തേക്ക് ഈ രാസകുങ്കുമം വിതറി നോക്കൂ, അപ്പോൾ കാണാം എന്ത് സംഭവിക്കുന്നത്. അതിന്റെ പാർശ്വഫലങ്ങൾ വലുതാണ്. ത്വക്ക് രോഗങ്ങൾ, അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളൊക്കെ ഇത് ശ്വസിക്കുന്നവർക്കും ഒക്കെ ഉണ്ടാകുന്നതൊക്കെ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. പക്ഷേ രാസകുങ്കുമം വിൽപ്പനയ്ക്ക് മാത്രം ഒരു കുറവും ഒരു തീർത്ഥാടന കാലത്തും കാണുന്നില്ല എന്നതാണ് വസ്തുത. അപ്പോൾ അവനവൻ സൂക്ഷിച്ചാൽ അവനവന് കൊള്ളാം, നല്ല കുങ്കുമം ഉപയോഗിക്കുക എന്ന് മാത്രം.